ബഡീസ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാം സ്വപ്നങ്ങൾ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഉറങ്ങുമ്പോഴുള്ള സ്വപ്നമല്ല, ഉറക്കം കളയുന്ന സ്വപ്നങ്ങൾ. എന്റെ ഉറക്കം പോയി മാസങ്ങളായി ബഡീസ്. അങ്ങനെ താഴെ പോയി അമ്മേനെ കണ്ട് ഡ്യൂട്ടിക്ക് ഇറങ്ങി. അമ്മ വയ്യാതെ കിടക്കുമായിരുന്നു. നല്ല പൊരും വെയിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോകുന്ന വഴി ഷിഫ്റ്റ് ബുക്ക് ചെയ്ത് ഡ്യൂട്ടി ഓൺ ചെയ്തു. സോണിൽ പോയി ഓർഡറിന് വെയിറ്റ് ചെയ്ത് എനിക്ക് വന്ന വഴിക്ക് തന്നെ തിരിച്ച് ഓർഡർ കിട്ടി. ഏതായാലും ഓർഡർ തന്ന പന്നിക്ക് നന്ദിയും പറഞ്ഞ് തിരിച്ചുപോയി. ഊണ് കഴിക്കാൻ പറ്റിയല്ലോ. ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ മാത്രമായിരിക്കണം ശ്രദ്ധ. സങ്കടങ്ങളോ വിഷമങ്ങളോ മനസ്സിൽ വെച്ച് കഴിക്കരുത് എന്ന് പണ്ടാരോ പറഞ്ഞത് ഓർമ്മയുണ്ട്. അപ്പോഴേക്കും മൾട്ടി ഓർഡർ അടിഞ്ഞു. ഇന്നത്തെ ഊണിന്റെ ഒപ്പം കിടക്കാച്ച ഒരു പായസം. വെയിൽ കാരണം നേരവണ്ണം കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. ഞാൻ പൈസ ഉണ്ടാക്കാൻ മരണോട്ടത്തിലാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. പക്ഷെ കയ്യിൽ 10 പൈസയില്ല. ഈ വിരലുകൾക്കിടയിൽ ഇതുപോലെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പൈസ കയ്യിൽ നിൽക്കില്ല അത്രേ. ഈ വേളയിൽ അത് ഞാൻ വിശ്വസിച്ച് പോവുകയാണ്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ബട്ട് ഈ കാണുന്ന ചെടി എന്താണെന്ന് അറിയാവോ? കാട്ടിലെ പാഷൻ ഫ്രൂട്ട് എന്നാണ് കേട്ടറിവ്. ഇത് പക്ഷികൾക്ക് ഭയങ്കര ഇഷ്ടം. നമുക്കും കഴിക്കാൻ പറ്റും. ഇതിന്റെ പേര് അറിയുന്നവര് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഞാൻ കഴിക്കാൻ വേണ്ടി എടുത്ത് നോക്കുമ്പോൾ പഴുത്തിട്ടില്ലായിരുന്നു കേട്ടോ, പച്ച. അങ്ങനെ ഒരു തണലത്ത് പോയി മുന്തിരി ജ്യൂസ് കുടിച്ചിരുന്നു. മേലേക്ക് നോക്കുമ്പോൾ കുറെ മാങ്ങകളും. ഓർഡർ ഇല്ലാതെ അരമണിക്കൂർ ഇരിക്കുമ്പോഴാണ് ലോങ് ഓർഡർ അടിഞ്ഞത്. ആർമേഘങ്ങളാകെ ഇരുണ്ടുകൂടി, നല്ല തണുത്ത കാറ്റും. ഒന്നും നോക്കിയില്ല, കോട്ട് എടുത്തിട്ടു. ആ ഓർഡർ കൊടുത്തു കഴിഞ്ഞതും ഒരു ചായയും പഴംപൊരിയും ഒരു കടലമിഠായും വാങ്ങിച്ചു കഴിച്ചു. ലോങ് ഓർഡറുമായി പോയ എനിക്ക് തിരിച്ച് ടൗണിലേക്ക് തന്നെ ഒരു ഓർഡർ അടിയണമെന്ന് വിചാരിച്ചതാ. ഭാഗ്യം കൊണ്ട് അടിഞ്ഞു. ഇന്ന് തണുപ്പായതുകൊണ്ട് വെള്ളം കൂടി കുറവായിരുന്നു. ഇന്നത്തെ ദിവസവും കുഴപ്പമില്ലാത്ത ഓർഡർ ഉണ്ടായിരുന്നു. 1 മണി വരെ വർക്ക് ചെയ്തു. അങ്ങനെ പാട്ടും പാടി നേരെ റൂമിലേക്ക് തിരിച്ചു. ബഡീസ്, എൻ്റെ ഒരു ഫോളോവറായ അരുൺ ബ്രോയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ പോകണം കേട്ടോ. കുറേ നാളായി പറഞ്ഞിട്ട്. കാതല്ലാസൈയാറൈ വിട്ടതോ ഉന്നൊറ്റൈ വാഴ്വിൽ ഓടി വന്ന് ഉയിரை தொட்டதோ காதல் தொல்லை தாங்கவில்லையே அது தட்டி கேட்க உன்னை விட்டால் யாரும் இல்லை யோசனை